അങ്ങനെ കളി കഴിഞ്ഞ് എത്തിയില്ലേ. കളി കഴിഞ്ഞ് വന്ന് ഷൂ ഒക്കെ കഴിച്ച് ചേട്ടാ ഇന്ന് എന്താ ഇത്രയും നേരത്തെ ഒന്നുമില്ലോ, അല്ലെങ്കിൽ സാധാരണ 10:30-ക്കാണല്ലോ വരാറ്. ആണോ? ഓ തുണികൾ തോരയിടട്ടെ മുകളിലേക്ക് പോവാം. മുകളിലേക്ക് അങ്ങനെ തുണികൾ തോരയിടാനായിട്ടേ ഞാൻ മുകളിൽ കൊണ്ട് ഇടാണ്. ഡ്രസ് വർക്കൊന്നും ചെയ്തിട്ടില്ല. മഴക്കാരൊക്കെ ഉണ്ട് എങ്കിലും ഒരു ചെറിയ ചൂടിന്, അധികം വെയിലൊന്നുമില്ല, നല്ലൊരു ചെറിയ ചൂടിന് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കൊണ്ട് പോവുകയാണ് കേട്ടോ. താഴത്താണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്ത് അലക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രയറിലിട്ട് എടുത്തിട്ട് പിന്നെ അപ്പം അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓരോ തുണികളായിട്ട് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. മഴക്കാരുണ്ട്, നല്ല മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമൊക്കെ തന്നെയാണ്. എങ്കിലും ഇടാം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഈ മഴക്കാലമായ കാരണം ഞങ്ങൾ ഇവിടെ അധികം തുണികൾ ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുഴിച്ചിട്ട കാലുകളൊക്കെ ഉണ്ടല്ലോ ഇത് ടെറസിൽ, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ദ്രവിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ അഴിക്കാൻ കയറൊക്കെ ഇതേപോലെ ഇരിക്കുന്നത്. ഞങ്ങൾ നല്ല അതായത് തുലാമാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നല്ല കാലൊക്കെ വെച്ച് നന്നായിട്ട് കയറൊക്കെ വലിച്ചു കെട്ടാൻ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പം നമുക്ക് ഇടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ തെങ്ങിൻ്റെ പട്ടയൊക്കെ വീണ് ഇതൊക്കെ ഇങ്ങനെ വീണ്ടും ലൂസാവും. ഇങ്ങനെ കയറ് പൊട്ടും, കയറൊക്കെ പൊട്ടി കിടക്കുന്നത് കണ്ടു. അപ്പോൾ ദ്രവിച്ചു. അപ്പം ഇനി കയറൊക്കെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് മഴയൊന്ന് കുറച്ച് നീങ്ങി നിൽക്കട്ടെ, അപ്പം എന്നിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതില്ല. പിന്നെ നന്നായിട്ട് തേങ്ങയൊക്കെ വീഴുന്നുണ്ടേ. അപ്പോൾ ഈ ഇതുമൊക്കെയാണ് വീഴുക. അപ്പോൾ പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെ തീരെ ഇടാനും പറ്റില്ലല്ലോ. ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ലാത്ത കാരണം, ഡ്രസ് വർക്ക് ഇല്ലല്ലോ. ആ കാരണം ഞങ്ങൾ അകത്ത് ഒരു ബെഡ്റൂം തുണികൾ തോരിടാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ അതൊരു വർക്കിംഗ് ഏരിയ പോലെ ആക്കി വെച്ചു. അതായത് നമ്മൾ പെയിൻറ് ചെയ്യാനായാലും എന്തിനായാലും ഉള്ള ഒരു റൂം. അപ്പോൾ എന്ത് വർക്ക് ചെയ്യായാലും അതിൻ്റെ ഉള്ളിൽ പോയിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രസ്സുകൾ തോരിയിടും. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു റൂമിൽ വൃത്തികേടുകളാവില്ലല്ലോ. അപ്പോൾ ഞാൻ കനം കുറഞ്ഞത് ഓരോ ഭാഗത്തും കനമുള്ളതൊക്കെ ഒരു കമ്പിയുണ്ട്. അപ്പോൾ ആ കമ്പി പോലെയുണ്ട്, അതിലാണ് ഇടുന്നത്. അതാണ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കും. പിന്നെ ഇടയ്ക്ക് അങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. നല്ല മഴക്കാരുണ്ടല്ലോ, പക്ഷെ വെയിലിന് ചൂടുണ്ട്. വെയിലിന് ഇത്തിരി ചൂടുണ്ട്. നമുക്ക് ഡ്രസ്സുകൾക്ക് ഉണക്കം കിട്ടുന്നുണ്ട്. ഏട്ടൻ്റെ ജീൻസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ ഈ ഒരു വലിയ കമ്പി പോലെ, ഇത്തിരി കനമുള്ള ഒരു കമ്പി പോലെ ഉണ്ട്, അതിലേ ഇടുള്ളൂ. അപ്പോൾ പിന്നെ വേറെ കുഴപ്പങ്ങൾ വീഴൊന്നുമില്ലല്ലോ. എന്നാലും ആ കമ്പിമേക്കാണ് എപ്പോഴും പട്ട വീഴുക, അത് ഇതൊക്കെ വീഴുക. അപ്പോൾ ടെറസിലിങ്ങനെ കുഞ്ഞു നാളികേരാണ് കേട്ടോ കൊണ്ടൊക്കെ എടുക്കുന്നത് കണ്ടോ. അപ്പോൾ ആവശ്യത്തിന് ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. മുറ്റത്തും വീഴുന്നുണ്ടാവും, പറമ്പിലും വീഴുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നാളികേരത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല. അത്യാവശ്യം നാളികേരം കിട്ടുന്നുണ്ട്. ഒരു 5 തെങ്ങുകളുണ്ട് ഇവിടെ. അപ്പോൾ ആവശ്യത്തിനുള്ള നാളികേരമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. നാളികേരത്തിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കല്ലേ വേണ്ടൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ കാറ്റൊക്കെ ഉണ്ടെങ്കിലാണ്, അതിനനുസരിച്ച് ഞാൻ എല്ലാ തുണികളും വിരിച്ചിട്ട് കഴിഞ്ഞാൽ ക്ലിപ്പൊക്കെ ഇട്ട് വയ്ക്കും. ഇനിയിപ്പോൾ കാറ്റ് കാലമാകുമ്പോൾ ഞങ്ങൾ മാസം ഓരോ ഇതായിട്ട് മേടിക്കും, ക്ലിപ്പുകൾ വാങ്ങിക്കും. എന്നിട്ട് അത് എടുത്ത് വെച്ച് അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ കുറേ തുണികളായിട്ട് കഴുകുമ്പോൾ നമുക്ക് അങ്ങനെ ക്ലിപ്പുകൾ ഇട്ട് വെക്കേണ്ടി വരും എന്തായാലും കാറ്റുകാല സമയത്ത്. അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയി കെടുക്കുമല്ലോ തുണികളെല്ലാം. അപ്പം വാഷിംഗ് മെഷീനിൽ നനഞ്ഞ തുണികളൊക്കെ ഇട്ട്, അപ്പോൾ ആ ഇതെന്ന് വെച്ചാൽ ഇത്തിരി ചുരുണ്ടിരിക്കുന്ന എല്ലാം കൂടി
കൂടി ഒന്നിച്ചിട്ടപ്പോൾ കുറച്ച് ചുരുണ്ടിയിരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തിട്ടത് ആ ടീഷർട്ട്. അല്ലെങ്കിൽ അത് പിന്നെ അവിടെ കിടക്കുമ്പോൾ നന്നായി, ഇപ്പം വെയിലും അധികം ഇല്ലാത്ത കാരണം പെട്ടെന്ന് ഉണങ്ങിയില്ലെങ്കിലോ എന്നുള്ളൊരു ഇത്. പിന്നെ ഞാനത് കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി, അകത്തേക്ക് പോയി. പിന്നെ ഞാൻ ഇന്നലെ കൈ കൊണ്ട് കഴുകി ഹാൻഡ് വാഷ് ചെയ്ത് ഇട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല ഡ്രസ്സുകൾ പുറത്ത് പോകുന്നത്. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ഒരു ചെറുതായിട്ട് ഒന്നും കൂടി ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അകത്താണ് ഇന്നലെ പുറത്തിട്ടു, ഉണക്കിയെടുത്തു. പിന്നെ എന്നിട്ട് അകത്തേക്ക് ഇട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒന്നും കൂടി ഒന്ന് ചൂട് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് അയൺ ചെയ്ത് പിന്നെ എടുത്ത് വയ്ക്കാമല്ലോ. പിന്നെ ഞാൻ ഒരു ചുരിദാർ എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 പ്രാവശ്യം അത് തന്നെ ഇടും, എന്നിട്ടാണ് കഴുകി എടുത്ത് വയ്ക്കുള്ളൂ. അത് അല്ലെങ്കിൽ പിന്നെ അത് എനിക്ക് പിന്നെ എപ്പോഴെപ്പോഴും വാഷ് ചെയ്യലൊന്നും നടക്കണ കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എല്ലാം അങ്ങനെ നിവർത്തിയിടാമെന്നൊക്കെ വിചാരിച്ച് എല്ലാം തുണികളും ഒന്ന് വെയിലത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മങ്ങി കണ്ടാണ് നിൽക്കണം കേട്ടോ. പക്ഷെ ചൂടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്, ഉഷ്ണം ഉണ്ടായിരുന്നു എനിക്ക് ടെറസിൽ ചെന്നപ്പോൾ. അപ്പോൾ അതെല്ലാം തോരയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ പണികൾ കഴിഞ്ഞു, എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിസ്സാര അടിക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ബാക്കി ഇരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ പണി കാണുമല്ലോ, ഈ വെയിൽ കാണുമ്പോൾ പെട്ടെന്ന് തോരിട്ട് എടുക്കലാണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് തുണികൾ ഉണങ്ങി കിട്ടലാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആദ്യം കിട്ടില്ല, അടിക്കൽ തുടയ്ക്കലൊക്കെ മഴയുണ്ടെങ്കിൽ നമുക്കകത്ത് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വരാം കേട്ടോ. ഈ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എന്താ ചേട്ടാ എന്നാ ചെയ്യണേ? ഫോണൊക്കെ എടുത്തോ. ചേട്ടാ നമുക്ക് ഇതാണ് ഫോണും കൂടി എടുത്തുവിടൂ. കഴിക്കുമ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ മുറ്റത്തും പറമ്പിലൊക്കെ കുറച്ച് പണികളുണ്ടായിരുന്നു. ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായി. അപ്പോഴേക്കും പിന്നെ വെയിൽ ആറുമ്പോഴേക്കും ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും തുണികളൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഇന്നലെ കഴുകിയിട്ട തുണികൾ, നല്ല തുണികളുണ്ടല്ലോ, എൻ്റെ ചുരിദാറുകളൊക്കെ അതൊന്ന് എടുത്ത് മടക്കി ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ തണുപ്പടിച്ച് കയറി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ ഇത്തിരി ഇതിൽ മടക്കി ഒതുക്കി അലമാരയിലേക്ക് വയ്ക്കും. എന്നിട്ട് ഒരു 3-4 ചുരിദാറുകൾ ഒരുമിച്ചാവുമ്പോൾ അയൺ ചെയ്യാനായിട്ടുണ്ടാവുമ്പോൾ ഒരുമിച്ച് അങ്ങനെ അയൺ ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇട്ടത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇടുള്ളൂ ഇടാം. അപ്പോൾ അങ്ങനെ ഒന്ന് കുളിച്ച് ഫ്രഷായപ്പോഴാണ് ഒത്തിരി സമാധാനം കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. കുളിച്ചില്ലെങ്കിലേ നിറച്ച് മണ്ണും പൊടിയും ചെളിയൊക്കെ ആയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. കാലത്ത് കുളിച്ചതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കി വൃത്തിയാക്കി വെച്ചു. അപ്പം എല്ലാവർക്കും അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ജിന്തിയ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.